അല്പസമയം മുമ്പാണ് ബി.ജെ.പിയുടെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് ദില്ലിയിൽ പ്രഖ്യാപിച്ചത്. കേരളത്തിൽ 12 സീറ്റുകളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിരിക്കുകയാണ്. ഒപ്പം പി.സി. ജോർജ് ആ മുന്നണിയിൽ ആ പാർട്ടിയിൽ ചെന്നതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ്, അവിടെ വലിയ അസ്വാരസ്യം പി.സി. ജോർജ് പ്രകടമാക്കിയിരിക്കുന്നു എന്നാണ് ഈ നിമിഷം പുറത്തുവരുന്ന വാർത്തകൾ. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തെ പരസ്യമായി തള്ളിപ്പറയുന്നില്ല എങ്കിലും അതൃപ്തി വളരെ കൃത്യമായി പ്രകടമാക്കിയിരിക്കുകയാണ് പി.സി. ജോർജ്. ഒപ്പം ഈ 12 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ബി.ജെ.പിയുടെ പ്രതീക്ഷകൾ എത്രത്തോളമാണ്? ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, കെ സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പത്തനംതിട്ടയിലോ കാസർഗോഡോ കെ സുരേന്ദ്രൻ മത്സര രംഗത്തുണ്ടാകും എന്ന വലിയ പ്രചാരണം ഉണ്ടായിരുന്നു. കെ സുരേന്ദ്രൻ മത്സര രംഗത്തില്ല. ഒപ്പം വലിയ അസ്വാരസ്യങ്ങൾ പി.സി. ജോർജ് സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തെ ബി.ജെ.പി കാണുന്നത്? ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളെ സാധാരണ നിലക്ക് അതാത് സംസ്ഥാനങ്ങളിൽ നിന്ന് നിയോജകമണ്ഡല തലം മുതലുള്ള പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ, ചുമതലപ്പെട്ട ആളുകളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞതിന് ശേഷം ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും അതെല്ലാം പരിശോധിച്ച് സംസ്ഥാന തലത്തിൽ നിന്ന് 3 അംഗ സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് സാധാരണ നിലക്ക് ദേശീയ നേതൃത്വത്തിന് സമർപ്പിക്കുന്നത്. അവിടെ നിന്ന് പാർട്ടിയുടെ പാർലമെന്ററി ബോർഡ്, അതായത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന പാർട്ടിയുടെ അത്യുന്നതമായിട്ടുള്ള പ്രധാനപ്പെട്ട ബോഡി, അവിടെ ചർച്ച ചെയ്തതിനു ശേഷം ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങളാണ് സാധാരണ നിലക്ക് ബി.ജെ.പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന സമയത്ത് എടുക്കുന്നതും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ 12 നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് വളരെ മുൻപ് തന്നെ, മാസങ്ങൾക്ക് മുൻപ് തന്നെ, ഒരു എണ്ണയിട്ട യന്ത്രം പോലെ കേരളത്തിലെ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും സംഘടനാ തലത്തിലുള്ള പ്രവർത്തനങ്ങളും സംഘടനാ തലത്തിലുള്ള പരിപാടികളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രചരണങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ടുള്ള ബി.ജെ.പിയുടെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനവും പ്രവർത്തകർ ശക്തമായി രംഗത്തിറങ്ങിക്കൊണ്ടുള്ള അതിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകളും എല്ലാം കൃത്യമായി കഴിഞ്ഞ കുറെ നാളുകളായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ഘട്ടങ്ങളിലായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കേരളത്തിൽ നിരവധി പാർലമെന്റ് മണ്ഡലങ്ങളിൽ വന്നു. അദ്ദേഹം രാഷ്ട്രീയ പ്രചരണത്തിന്റെയും ഒപ്പം തന്നെ വിവിധ പരിപാടികളുടെയും ഉദ്ഘാടനങ്ങളുമായി പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കുകയുണ്ടായി. രാഷ്ട്രീയപരമായും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് NDA മുന്നണി എന്നുള്ള നിലക്ക് ബി.ജെ.പി ശക്തമായിട്ടുള്ള കേരളത്തിലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ സാന്നിധ്യവും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ള സുശക്തമായിട്ടുള്ള തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 10 വർഷക്കാലം NDA ഗവൺമെന്റിന് അനുകൂലമായി കേരളത്തിൽ നിന്ന് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട MP ഈ സർക്കാരിനെ പിന്തുണക്കാൻ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രതിനിധി കേന്ദ്രത്തിൽ കേരളത്തിന് വേണ്ടി വാദിക്കാനും കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ഉണ്ടാകണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ ബി.ജെ.പി പ്രഖ്യാപിച്ചിട്ടുള്ളത്. വലിയ വിജയപ്രതീക്ഷയാണ് എല്ലാ മണ്ഡലങ്ങളിലും ബി.ജെ.പിയെ സംബന്ധിച്ച്, ബി.ജെ.പിയുടെ പ്രവർത്തകരെ സംബന്ധിച്ച്, NDAയുടെ പ്രവർത്തകരെ സംബന്ധിച്ച്. NDA മുന്നണി വലിയ പ്രതീക്ഷകൾ വച്ചു പുലർത്തുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യമേ ചോദിച്ച ചോദ്യത്തിലേക്ക് താങ്കൾ വരുന്നില്ല. പി.സി. ജോർജ് ഉന്നയിച്ച ആരോപണങ്ങൾ, പി.സി. ജോർജ് അതൃപ്തി പ്രകടമാക്കിക്കൊണ്ട് മാധ്യമങ്ങളെ കാണുന്നുണ്ടായിരുന്നു അല്പസമയം മുമ്പ്. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തെ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് പി.സി. ജോർജ്. ഇങ്ങനെ ഇത്തരത്തിൽ അസ്വാരസ്യങ്ങൾ ഈ മുന്നണിക്ക് അകത്ത് ഉണ്ടാകുന്നു എന്നത് വളരെ കൃത്യമല്ലേ? മാത്രമല്ല BDJS അടക്കം തള്ളിപ്പറയുന്നൊരു സമീപനം പി.സി. ജോർജ് സ്വീകരിച്ചിരിക്കുകയാണ്. ഈ പത്തനംതിട്ട എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു A+ മണ്ഡലം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്നതാണ്. അവിടെ കെ സുരേന്ദ്രൻ്റെ പേരുണ്ടായിരുന്നു, അനിൽ ആന്റണിയുടെ പേരുണ്ടായിരുന്നു, പി.സി. ജോർജിൻ്റെ അടക്കം പേരുകൾ അവിടെ വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. സ്വാഭാവികമായും പി.സി. ജോർജിന് ഇത് ഒരു കൊതിക്കെറിവാണോ, അതോ എന്താണ് അങ്ങ് കാണുന്നത് പി.സി. ജോർജിൻ്റെ ഈ നിലപാടിനെ? അല്ല, ബി.ജെ.പി ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് NDA എന്നുള്ളത് വിവിധ പാർട്ടികൾ ചേർന്നുകൊണ്ടുള്ള ഒരു ജനാധിപത്യപരമായ പ്രവർത്തനത്തിന്റെ ഭാഗം എന്നുള്ള നിലക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയനത്തിന്റെ കാര്യത്തിലാണെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടങ്ങളിലാണെങ്കിലും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ജനാധിപത്യപരമായ അവകാശമുള്ള പാർട്ടിയാണ് ബി.ജെ.പി, മുന്നണിയാണ് NDA. പക്ഷെ അതേസമയം തന്നെ പാർട്ടിയുടെ പാർലമെന്ററി ബോർഡ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൽ യാതൊരു തരത്തിലുള്ള അസ്വാരസ്യങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ പ്രസക്തി പിന്നീടില്ല.
പിന്നെ ഞാൻ താങ്കൾ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു അഭിപ്രായ പ്രകടനം ആരുടെ ഭാഗത്തുനിന്നും കേട്ടിട്ടില്ല. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ താങ്കളുടെ അറിവിലേക്കായി പി സി ജോർജിന്റെ ആ വാക്കുകൾ നമ്മളിപ്പോൾ സംപ്രേഷണം ചെയ്യാം. താങ്കൾ കേൾക്കൂ, എന്നിട്ട് അതിന് മറുപടി പറയൂ. തീർച്ചയായും ഈ അനിൽ ആന്റണി ഈ കേരളത്തിൽ എല്ലാവരും വേറെ ഗതികൾ പത്തനംതിട്ട അനിൽ ആന്റണി അറിയുന്നുമില്ല എന്ന് പരിചയപ്പെടുത്തി എടുക്കണം എന്നുള്ളതാണ്. അത്ര ഓട്ടം കൂടുതൽ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ ഓടിയാലേ അനിൽ ആന്റണി മനുഷ്യനെ പരിചയപ്പെടുത്താൻ കഴിയും. അങ്ങനെ ഒരു ദുഃഖമാണ്. അത്ര ഉള്ളൂ. എന്നാലും നമുക്കൊരു ശ്രമം നടത്താറുണ്ട്. യെസ്, പി സി ജോർജിന്റെ വാക്കുകൾ താങ്കൾ കേട്ടു എന്ന് വിശ്വസിക്കുന്നു. അതായത് ഡൽഹിയിൽ മാത്രം പരിചയമുള്ള ഒരു പയ്യൻ എന്നാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ, പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ പി സി ജോർജ് വിശേഷിപ്പിക്കുന്നത്. ഇത് ശരിയായോ? പി സി ജോർജ് കേരളത്തിലെ തലയെടുപ്പുള്ള മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന് ഞാൻ ഉൾപ്പെടെയുള്ള ആരെയാണെങ്കിലും അവരവരുടെ പ്രായത്തിന്റെയും പക്വതയുടെയും എല്ലാം അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട്. അദ്ദേഹം അതൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെ അല്ലെങ്കിൽ ഒരു പിതൃതുല്യനായിട്ടുള്ള ആളെ പോലെ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന് രേഖപ്പെടുത്താം. പക്ഷെ അതേസമയം തന്നെ അദ്ദേഹം സൂചിപ്പിച്ചത് തെറ്റൊന്നുമില്ലല്ലോ. ഒരു സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ കൂടുതലായി പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് പലപ്പോഴും ഉണ്ടാവുക. സ്ഥാനാർത്ഥികളെ ഇപ്പൊ എറണാകുളത്തെ LDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമ്പോഴാണ് ഞാനെല്ലാം ആ സ്ഥാനാർത്ഥിയുടെ പേര് കേൾക്കുന്നത്. അപ്പൊ എത്രയോ സ്ഥാനാർത്ഥികൾ അത്തരത്തിലുണ്ട്. പല LDF-ന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോഴും ചിലരെ ഒന്നും നമ്മൾ കേട്ടിട്ട് പോലുമില്ല. അവരാരാണെന്ന് പോലും നമുക്കറിയുന്ന സാഹചര്യമില്ല. അവരെ പിന്നീട് അതാത് മുന്നണിയും പാർട്ടിയും ജനങ്ങളുടെ ഇടയിലേക്ക് മുന്നണിയുടെയും പാർട്ടിയുടെയും സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്ന ശരി, താങ്കൾക്ക് സാഹചര്യം അക്കാര്യത്തിൽ പി സി ജോർജിന്റെ സമീപനത്തോട് കടുത്ത വിയോജിപ്പുണ്ട്. പക്ഷേ താങ്കൾക്ക് പ്രകടമാക്കാൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്.